ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അച്ചാറാണ്. അപ്പോൾ നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി രീതിയിൽ കുറച്ച് ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ഫ്രഷ് നാരങ്ങയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ നമുക്കിത് കുറച്ച് ഏലക്കയുണ്ട്, ഇവിടെ കുറച്ച് ഗ്രാമ്പും ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഏലക്കയും ഗ്രാമ്പും പിന്നെ കുറച്ച് കടുകും അതിന്റെ കൂട്ടത്തിൽ ഉലുവയും നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് അച്ചാറിന് ഒരു സ്പെഷ്യൽ പൗഡർ തയ്യാറാക്കണം. അപ്പൊ നമ്മൾ നോർമലി കണ്ടുവരുന്നത് ചെയ്യുന്നതും നമ്മൾ വ്യത്യസ്തമായി ചെയ്യാൻ കുറച്ച് ഏലക്കായും കരിയാമ്പും ഇട്ടിട്ട് അപ്പൊ നമുക്കിത് കുക്കിങ്ങിലൂടെ തരാം. ഇതിലൊരു 1.5 കിലോ ഫ്രഷ് നാരങ്ങയുണ്ട്. നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് പുഴുങ്ങാന്നുള്ളതാണ്. നല്ല രീതിയിൽ പുഴുങ്ങി എടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു അച്ചാറിന് ഒരു സ്പെഷ്യൽ പൗഡർ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഏലക്കായും കുറച്ച് കറിയാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കടുകും കുറച്ച് ഉലുവയും നമ്മൾ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് അത് പൗഡറാക്കി എടുക്കുകയാണ്. അപ്പൊ നമുക്കിത് നാരങ്ങ പുഴുങ്ങാൻ പോകാം. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ നാരങ്ങ ഇട്ട് നല്ല രീതിയിൽ പുഴുങ്ങിയെടുക്കാൻ പോകാം. നാരങ്ങ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അച്ചാർ പൗഡറിലേക്കുള്ള പരിപാടിയിലോട്ട് കിടക്കാം. നല്ല ഒരു 5, 6, 7 നമുക്ക് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമ്മൾ ഇലക്കി ഇടുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ സെയിം നമ്പർ നമ്മളിത് കറിയാൻ പോവുകയാണ്. ഇതൊന്നും നമ്മളൊന്ന് ചൂടാക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇടാം. അതൊക്കെ കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉലുവ ഇടാം. കറിയാമ്പ് വരയ്ക്കാൻ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി ഉലുവ ഇടാം ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഇടാം. ഉലുവ നമ്മളിത് ഒരു ഓൾമോസ്റ്റ് ഒരു സ്മോൾ ഇടാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് കടുക് ഇടുകയാണ്. കടുക് നമ്മൾ ഓൾമോസ്റ്റ് ഒരു സ്പൂൺ ഇടുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പൊടിക്കാം. നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കരിയാണ്ട് പ്രത്യേകം നോക്കണം. അപ്പൊ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ്. അതുപോലെ നമ്മുടെ നാരങ്ങയോട് ഓൾമോസ്റ്റ് സെറ്റ് ആണ്. പിന്നെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ പൗഡർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചോപ്പിങ്ങിന്റെ വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കറിവേപ്പിലുണ്ട്. പിന്നെ ചോപ്പിങ്ങിനായിട്ട് കുറച്ച് ജിഞ്ചർ ഉണ്ട്, കുറച്ച് പച്ചമുളക് ഉണ്ട്, പിന്നെ ഗാർലിക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി കട്ടിങ്ങിലോട്ട് കളയാം. അപ്പൊ ജിഞ്ചറിന്റെ ഒക്കെ തൊലി കളഞ്ഞ് പിന്നെ ഗാർലിക് പീൽ ചെയ്ത് നമ്മള് ഭയങ്കര ഫൈനായിട്ട് നമ്മൾ ചോപ്പ് ചെയ്യുന്നില്ല. ഒരു റഫ് ചോപ്പിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നന്നായി ഇത്തിരി ചെറുതായിട്ട്. നാരങ്ങ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടണം. അത് പൊട്ടരുത്. പൊട്ടി കഴിഞ്ഞാൽ അത് വെള്ളം കയറും. അപ്പോൾ നമുക്കിതിന് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ടിങ്ങിലോട്ട് കിടക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ അവസാനം ക്രഷ് ചെയ്തു. കാരണം നമ്മൾ വൃത്തിയാക്കാൻ നിന്നിട്ട് സമയം അങ്ങനെ തെറ്റാവണില്ല. നമ്മളത് മൊത്തത്തേക്ക് ക്രഷ് ചെയ്തിട്ടു. അപ്പൊ നമുക്ക് അതിനൊന്ന് പരീക്ഷ വെക്കാത്ത അവസ്ഥ. അപ്പൊ ഇഞ്ചിയായിട്ട് വാങ്ങാൻ വിട്ട് തീർന്നു. നമുക്ക് ഇനി പച്ചമുളകിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഈ അച്ചാറിനൊരു സ്പോൺസർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി സ്പോൺസറിലോട്ട് കിടക്കാം. അവിടെ ഉള്ളി പൊടി സഹായിക്കുകയാണ്. സഹോദരൻ, ഞാൻ തന്നെയാണ് ആ സ്പോൺസർ. നേരത്തെ പറഞ്ഞ പോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. അത് തന്നെ നമ്മൾ ചുമ്മാ റഫായിട്ടൊന്ന് കട്ട് ചെയ്യണമല്ലോ.
നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്യണം. നിങ്ങൾക്കൊരു നാരങ്ങ 8ആയിട്ട് കട്ട് ചെയ്യാം, 7ആയിട്ട് കട്ട് ചെയ്യാം, സൈസ് അനുസരിച്ച്. നമുക്കൊരു 8ആയിട്ട് കട്ട് ചെയ്യണതാണ് ഇത്തിരി ബെറ്റർ. നമുക്ക് നല്ല ചെറിയ ചെറിയ പീസുകൾ നല്ല രസമായിട്ട് കിട്ടും. അപ്പൊ ശരിക്കും ഇതൊരു 5-6 മിനിറ്റ് വെന്താൽ മതി. നാരങ്ങയുടെ സൈസും നമ്മൾ ഒഴിക്കാൻ വെള്ളത്തിന്റെ അളവൊക്കെ അനുസരിച്ച് അധികം ഇതങ്ങോട്ട് എന്താ പറയാ ഒട്ടയാൻ പാടില്ല. നമുക്ക് ഒന്നൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. അപ്പൊ നമുക്കിത് 5-6 മിനിറ്റ് അങ്ങ് പുഴുങ്ങിയെടുത്താൽ മതി. കാരണം കൂടുതലായി കഴിഞ്ഞാൽ നാരങ്ങ പൊട്ടി തുടങ്ങും. നമുക്ക് ചുമ്മാ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. അവര് നമ്മുടെ പരിപാടിയെല്ലാം തീർന്നിട്ടുണ്ട്. നാരങ്ങ ഇവിടെ നല്ല സോഫ്റ്റ് നാരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒരു ചെറിയൊരു പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. അതപ്പോ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കയ്പുണ്ടെങ്കിൽ അത് മാറി കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് സ്വീറ്റ് പെപ്പറിക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ പെപ്പർ പൗഡർ ഉണ്ട്. പക്ഷെ അത് ഭയങ്കര എരിവായാലും നമ്മൾ കുറച്ചിട്ടിട്ട് ബാക്കി നമ്മളൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഈ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലധികം കുറച്ച് കടുക് ഇടാതെ, പിന്നെ നമുക്ക് ഉലുവ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബാക്കി പരിപാടി എടുത്ത് പോകാം. അപ്പൊ കടുക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് ഉലുവ ഇടാം. അപ്പൊ ഉലുവയും കടുക് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇടാൻ പോവാണ്. ഇനി ഇത് നല്ല രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കണം. അധികം റോസ്റ്റ് ആവണ്ട, ഒരു സെമി രീതിയിൽ വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഇനി കറിവേപ്പില ഇടാണ്. കറിവേപ്പില നമുക്ക് ആവശ്യമനുസരിച്ചിടാം. ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. ഈ കറിവേപ്പില ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ അങ്ങ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു ചെറിയൊരു ടേബിൾ സ്പൂണോളം മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. ഇനി നമ്മളതിലോട്ട് മുളകും, ഈ മുളക് നമ്മൾ കുറച്ച് ഇടണുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച സ്വീറ്റ് പെപ്പറിക്കാണ് ഇടുന്നത്. കാരണം ഇതിന് നല്ല എരിവുള്ളൊരു മുളകാണ്. പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, കാരണം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. സ്വീറ്റ് പെപ്പറിക്കയുടെ പൊടി ഇടാണ്. ഇത് കൊഴുപ്പിന് വേണ്ടി ഇടുന്നതാണ്. നല്ല അച്ചാറിന് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് 2 മിനിറ്റ് മുളകൊന്ന് വെന്ത് വരുന്നവരൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കായത്തിന്റെ പൊടി ഇടാം. അധികം നേരം വെക്കണ്ട, ഒരു 2-3 മിനിറ്റ് വെച്ച് മുളക് പൊടിയും ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ കായത്തിന്റെ പൊടിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ നമ്മുടെ പൊടിയുണ്ട്, അതിടണം. അപ്പം നമ്മളത് ഇടാൻ പോവാണ്. അത് കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട ശർക്കരയുടെ പീസും അത് നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ ബാക്കി എല്ലാ പൊടികളും നമ്മൾ ഇട്ട് കഴിഞ്ഞു. നമുക്കിനി കായത്തിന്റെ പൊടി ഇടാം. ഇത് ഇത്രയും മതിയാവും. ഒരു ഏകദേശം 1 സ്പൂണോളം അത്ര ഇട്ടാൽ മതി.
ഇതൊക്കെ ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നാരങ്ങ ആഡ് ചെയ്യാൻ കുറിച്ച്. അപ്പൊ അതെ ഗ്രേവി സെറ്റ് ആയിടുന്ന അച്ചാറുണ്ട്. നമുക്ക് ഇതിനോട്ട് നാരങ്ങ ഇടാം. അപ്പൊ നാരങ്ങ ഇടുമ്പോ ഞാൻ ആദ്യം ഇതിനകത്തോട്ട് വെള്ളം പരമാവധി വേണ്ട നോക്കാണ്. വൺസ് നാരങ്ങ ഇതിനകത്തോട്ട് ഒന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ഇപ്പൊ നിനക്ക് കാണുമ്പോൾ ഒരു നിറയെ വെള്ളമുണ്ട്. ആ വെള്ളം തിരിച്ചാഡ് ചെയ്യണുണ്ട്. അത് നാരങ്ങയുടെ ജ്യൂസ് തന്നെയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ തീയും സിമ്മിലിടാം. ഇതിനകത്ത് ഇപ്പൊ ഗ്രേവി കുറവായ അടിപിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നാരങ്ങ ഒന്നും അതിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇത് നേരത്തെ നമ്മൾ കണ്ട നാരങ്ങയുടെ വെള്ളമാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് അച്ചാറിലോട്ട് ചേർക്കാം. ഇത് അച്ചാർ ഓൾമോസ്റ്റ് സെറ്റാണ്. നാരങ്ങയൊക്കെ ഇങ്ങനെ നീന്തി കളിക്കുകയാണ് വിനാഗിരിയിൽ. അപ്പൊ നാരങ്ങച്ചാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഉപ്പ് ഒത്തിരി മുകളിലേക്ക് നിൽക്കണം. അപ്പൊ ഞാൻ അവസാനം ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മള് കുറച്ചധികം ഉപ്പങ്ങ് ആഡ് ചെയ്യാം. കാരണം ഇത്തിരി ഉപ്പിന്റെ ടേസ്റ്റ് കൂടിയാലാണ് നാരങ്ങച്ചാറിന് ഒരു രസമുള്ളൂ. അപ്പൊ അച്ചാറ് സെറ്റാണ്. നമുക്കിനി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഫുൾ പരിപാടി കഴിഞ്ഞ അച്ചാർ സെറ്റപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കഴിച്ചു നോക്കാം. നല്ലൊരു പീസ് എടുക്കാണ്. നല്ല സോഫ്റ്റ് ആണ്. പൊളിയാണ് കഴിച്ചു. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമന്റ് അടിക്കുക. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.